നമുക്കിനി ബംഗ്ലാദേശിലേക്ക് പോകാം. ബംഗ്ലാദേശ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയായിരുന്നു. അല്ല, നമ്മൾ അതിന് അടിസ്ഥാനമായിട്ടൊരു കാര്യം പറയണം. ഹിന്ദു വംശഹത്യ തുടരെ നടന്നു. കഴിഞ്ഞ ദിവസവും ഒരു കൊല ഒരാൾ ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. ഭീകരത, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അവിടുത്തെ ഒരാൾ, ഏറ്റവും അവർക്ക് ഒരു കാലത്ത് പ്രിയപ്പെട്ട ഒരാൾ ഇപ്പോൾ ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലൊക്കെയാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗ്ലാദേശിൽ BNP അധ്യക്ഷൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. വോട്ടെണ്ണൽ പൂർത്തിയായ 204 മണ്ഡലങ്ങളിൽ 160ഓളം സീറ്റുകളിലാണ് BNP മുന്നിലുള്ളത്. BNP അധ്യക്ഷൻ താരിഖ് റഹ്മാൻ 2 ഇടങ്ങളിലും വിജയിച്ചു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ഭാരതത്തിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നുണ്ട്. ഐസൻ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പും ചോദ്യം ചെയ്യലുകൾക്ക് നടുവിലാണ്. ഒരുപാട് ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. സുതാര്യമായിരുന്നില്ല ആരോപണങ്ങളുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? ഇപ്പോൾ BNP അധികാരത്തിലേക്കോ? കൃഷ്ണരാജ്, പ്രധാനമായും BNP അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 209 സീറ്റുകളിൽ കൃത്യമായൊരു ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേവലം 50-ൽ താഴെ അല്ലെങ്കിൽ 50-നോടടുത്ത് മാത്രമാണ് എതിർ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ ജമാഅത്തിന് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയാകും താരിഖ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ബീഗം ഖാലിദാസിയയുടെ മകനായ ബീഗം ഖാലിദാസിയയുടെ മകനാണ് അദ്ദേഹം. സ്വാഭാവികമായും നമുക്ക് താരിഖ് റഹ്മാൻ ബീഗം ഖാലിദാസിയയുടെ മകനാണ്. അദ്ദേഹം ഈ ജനുവരി 9-നാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത്, അധികാരം ഏറ്റെടുക്കുകയും ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഖാലിദാസിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ വലിയ ആഘോഷങ്ങൾ പാടില്ല എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായ എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിനെതിരെ ഉയർന്നിരുന്നു. ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ, ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ അല്പസമയത്തിനകം തന്നെ അവർ വ്യക്തമാക്കിയത് ഇത് നിയമവിരുദ്ധവും വോട്ടർമാർ പങ്കെടുക്കാത്തതുമായ, വോട്ടർലെസ് എന്നൊരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പങ്കെടുക്കാതിരുന്നൊരു തെരഞ്ഞെടുപ്പ്. നമുക്കറിയാവുന്നതാണ് 60% മാത്രമാണ് വോട്ടെടുപ്പ് ഉണ്ടായത്, മൊത്തം പോളിംഗ് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പങ്കെടുക്കാത്തതും നിയമവിരുദ്ധവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്യണമെന്നൊരാവശ്യമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഷെയ്ഖ് ഹസീനയെ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിൽ പുറത്താക്കിയതിന് ശേഷം, ഇത്രയും കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു നേരിയതെങ്കിലും പ്രതീക്ഷ നൽകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ജമാഅത്ത് എന്ന് പറയുന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ടില്ല, അധികാരം അവരുടെ കയ്യിലെത്തിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമായി തന്നെ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ബുദ്ധമതക്കാരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽപ്പെട്ടവരെയും ഈ കഴിഞ്ഞ ദിവസം പോലും, 3 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട വ്യാപാരിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായും പ്രകോപനപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി അത്തരം സമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെയും ചില സ്വകാര്യമായ താല്പര്യങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ പല ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, അത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ആഗോളതലത്തിലുള്ള ലക്ഷ്യങ്ങളെ നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും വന്നൊരു പശ്ചാത്തലത്തിലാണ് ജനം അവരെ കാര്യമായ ഒരു പിന്തുണ നൽകാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വീഴ്ചകളുണ്ട് എന്നത് കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അവാമി ലീഗിൻ്റെ അധ്യക്ഷ തന്നെയായിരുന്ന, അല്ലെങ്കിൽ അവാമി ലീഗിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഷെയ്ഖ് ഹസീന കാര്യത്തെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഏറെ ഗൗരവമായ ഒരു പശ്ചാത്തലമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം ഉണ്ടാക്കുക എന്നതുകൊണ്ട് തന്നെ അവരുടെ പരാജയം ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിന് കൃത്യമായ ഭൂരിപക്ഷം, 210ഓളം സീറ്റുകളുടെ ഭൂരിപക്ഷവും, കൃത്യമായി 210ഓളം സീറ്റുകൾ നേടിയിട്ടുണ്ട്. കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി എത്തിയിട്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, ഈ ഷെയ്ഖ് ഹസീന എന്താണ് പറയുന്നത്?
ാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭത്തിന് പിന്നാലെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടു പോരേണ്ടി വരുന്നു, ഭാരതത്തിൽ അഭയം തേടേണ്ടി വരുന്നു, അവർക്കെതിരെ വധശിക്ഷ നടപ്പാക്കണമെന്ന രീതിയിലുള്ള വിധികൾ വരുന്നു. ആ വിധിക്കെതിരെ അപ്പീലിന് പോകേണ്ട സാഹചര്യം, അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ഒരു സാഹചര്യങ്ങളാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം നടക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഈ അവാമി ലീഗിൻ്റെ നേതൃത്വത്തെ തന്നെ പൂർണ്ണമായും ആ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും ജനാധിപത്യ വിരുദ്ധമായി ഒഴിവാക്കുക എന്നൊരു നിലപാട് അതാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ഷെയ്ഖ് ഹസീനയെ തന്നെ നിഷ്കാസിതയാക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പാണ്. 12-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന അപ്പോൾ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ പല അക്രമ സംഭവങ്ങളും അരങ്ങേറുകയും ചെയ്തു. പലയിടത്തും നാടൻ ബോംബ് പൊട്ടിയ വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് ആക്രമണങ്ങൾ നടന്ന വിഷയങ്ങളും ബൂത്ത് പിടിച്ചെടുക്കൽ ഉൾപ്പെടെ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്ന് തന്നെ നിരീക്ഷിക്കേണ്ട സാഹചര്യം പോലുമുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു നീക്കം ഈ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്ന് നിലപാട് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പങ്കെടുക്കാത്ത എന്ന കൃത്യമായൊരു നിലപാടാണ്. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന് കൃത്യമായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി 209 സീറ്റ്, അതായത് 210ഓളം സീറ്റുകൾ നേടി അധികാരത്തിലേറുന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും BNP ബംഗ്ലാദേശിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് കനത്ത തിരിച്ചടി ഏറ്റു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.